കൊച്ചിയിൽ പെൺകുട്ടിക്ക് നടുറോഡിൽ മർദ്ദനം. വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തതിനാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി അൻസിൽ തന്നെ മർദ്ദിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ പരാതിയിൽ പറയുന്നത് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തതിന് മർദ്ദനമെന്നാണ്. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? പോലീസ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന തുടർ നടപടികൾ എങ്ങനെയാണ് അശ്വിൻ? രജിത്ത്, കഴിഞ്ഞ കുറെ നാളുകളായി പെൺകുട്ടിയും അൻസലുമായി സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അൻസലിന്റെ സ്വഭാവം മറ്റൊരു രീതിയിലേക്ക് പോവുകയും ഈ പെൺകുട്ടിയെ വ്യാപകമായി ശല്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ആ പെൺകുട്ടി അൻസലിനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തത്. ഇത് ചോദിക്കാനാണ് ഇന്നലെ രാവിലെ 9 മണിയോടെ തൃക്കാക്കരയിൽ ഒരു കോളേജിന്റെ മുൻവശത്ത്, പെൺകുട്ടി പഠിക്കുന്ന കോളേജിന്റെ മുന്നിലേക്ക് അൻസൽ എത്തുന്നത്. ഈ പെൺകുട്ടി എത്തിയ ഉടനെ ഇക്കാര്യം ചോദിക്കുകയും പിന്നീട് ഇവർ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിനിടെയാണ് പെൺകുട്ടിയുടെ മുഖത്ത് 2 കവിളുകളിലുമായി തുടരെ തല്ലിയത്. അതിനിടെ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന മൊബൈൽ ഫോൺ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ പോലീസിൽ പരാതി നൽകി. ആളുകൾ ഓടിക്കൂടിയതോടെ അൻസൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നിലവിൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ചിരിക്കുന്നത് മംഗലാപുരമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പ്രതിയായ അൻസലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അൻസിൽ. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.